ഹായ്, അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചിരിക്കുമായിരിക്കും അല്ലേ? ഞങ്ങളും അങ്ങനെ ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്തി ഡിസംബർ 25 തന്നെയായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ സെയിം ഡേറ്റിൽ നമ്മൾ ഫംഗ്ഷൻ നടത്തണം. അല്ലെങ്കിൽ നമ്മളെല്ലാ പ്രവാസികളും നമ്മുടെ ഓഫിൻ്റെയൊക്കെ അനുസരിച്ചായിരിക്കുമല്ലോ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി പ്രത്യേകത ഉള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഈ തവണത്തെ ക്രിസ്മസ്. അങ്ങനെ ക്രിസ്മസിൻ്റെ സാരിയൊക്കെ കൊടുത്ത് ഞാൻ ഷർട്ടൊക്കെ ഇട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവരെയും പരിചയമുള്ളവരാണ്. അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ക്രിസ്മസ് പരിപാടിക്ക്. അങ്ങനെ പിന്നെ നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പാതിരാ കുർബാനയ്ക്കുള്ള പോക്കൊക്കെയാണ്. അത് ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യും അല്ലേ? അത് കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞ് വന്നിട്ടുള്ള ഫുഡ് കഴിപ്പും പിന്നെ പുൽക്കൂടിൻ്റെ ഒരുക്കങ്ങൾ അങ്ങനെയൊക്കെ ഒത്തിരി മിസ് ചെയ്യും. എന്നാലും നമ്മളങ്ങനെ മിസ് ചെയ്യുകയെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് പ്രയോജനമില്ലല്ലോ. നമുക്ക് കിട്ടാവുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതുമായ കാര്യങ്ങളെ വെച്ച് നമ്മൾ സന്തോഷിക്കണം. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷമൊക്കെ തുടങ്ങി. കേക്ക് കട്ടിങ് പിള്ളേരെയും കൊണ്ടാട്ടോ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്ത. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ കേക്ക് കട്ടിങ്ങിന് ഏത് ക്രീം കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഒരു എന്താ പറയണ ഒരു ഓർമ്മ വരണമെങ്കിൽ നമുക്ക് പ്ലം കേക്ക് തന്നെ വേണം അല്ലേ? അതൊരു പ്രത്യേകത. അതും പ്രത്യേകിച്ച് ക്രിസ്മസിന്. നാട്ടിലൊക്കെ ഡിസംബർ തുടങ്ങി കഴിഞ്ഞാൽ ആര് വിരുന്നിന് വന്നു കഴിഞ്ഞാലും കയ്യിലൊരു കേക്കാണ്. നമ്മളെവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ? അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരും അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് പണ്ട് കുഞ്ഞിലേക്ക് എങ്ങനെയല്ലായിരുന്നോ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നല്ല അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പം ഉണ്ടായിരുന്നു, സുചേച്ചി ഉണ്ടായിക്കൊണ്ടുവന്ന അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, എല്ലും കപ്പ, പ്രിയാമണിയുടെ എല്ലും കപ്പ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടായിക്കൊണ്ടുവന്ന ചിക്കൻ പുലാവ്. അങ്ങനെ ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ 2 തവണയായിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. കാരണം കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് അപ്പവും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഡാൻസായി പരിപാടികളായി മേള അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് 2 മണിയായപ്പോഴും ബാക്കി ഫുഡ് കഴിച്ചത്. ഇതിനിടയ്ക്ക് എപ്പോഴും നമ്മൾ ഗെയിം കളിക്കും കേട്ടോ. പിന്നെ പാട്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാത്തവരാരുമില്ല, എല്ലാവരും പാട്ടുകാരാണ്. എന്നെപ്പോലുള്ള 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഒരു പാടുന്നവരാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഈ കൊട്ടുന്നത് കാണാനായിട്ട്. ഇങ്ങനെ നോക്കിയിരുന്നു പോകും, ഭയങ്കര രസമാണ് കൊട്ടുന്നത് കാണാനായിട്ട്. അത് ചുമ്മാ ഇരുന്നാണേലും കൊട്ടുന്നത് കാണാം. അങ്ങനെ കൊട്ടും പാട്ടും മേളമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വക പാട്ട് കേട്ടോ. ഇവിടെ എന്ത് പരിപാടി ഉണ്ടായിരുന്നാലും പരിപാടിയുടെ ഫുഡ് അടി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും വക പാട്ട്. പിന്നെ നമ്മളിങ്ങനെ സിനിമാ പേര് കഴിഞ്ഞിട്ട് ആക്ഷൻ കാണിച്ച് അതൊക്കെ എപ്പോഴും ഉള്ളതാട്ടോ. പക്ഷെ ഭയങ്കര രസമായി. എപ്പോഴും ഉള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് ഓരോ തവണ ഇതെല്ലാം ഓരോ പുതുമയുള്ളതാട്ടോ. പിന്നെ ഡാൻസ്